അല്ലണേ, നീ ഇവിടെ ഇരിക്കുവേന്ന് ഒന്ന് അടുക്കളയെല്ലാം തുടച്ചിട്ടൂടെ എനിക്ക്? ആമ ഇപ്പം വരെ ഞാനൊരു കോൾ ചെയ്തിട്ട്. നീ ഫോണും വെച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായല്ല. എന്നാന്നുമ്മേ പാത്രം മൊത്തം പഠിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നേലേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഓ, പാത്രം പിടിച്ചു വെക്കല ഇപ്പം വലിയ കാര്യം. അത് മാത്രമേ ഇവിടെ പണിയില്ലൂ, വേറെ എന്തെല്ലാം പണിയുണ്ട് ഈ വീട്ടില്? അതെന്നാമേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ പണിയെല്ലാം ഞാനും കൂടി തന്നെയല്ലേ എടുക്കല്. നീ എടുക്കലുണ്ടപ്പാ, എടുക്കലുണ്ട്, ശരി തന്നെ. ഓരോരിക്കും ഞാൻ വന്ന് പറയണ്ടേ? ഓ അതാ ഇപ്പം വലിയ കാര്യം. എന്നാലും ഞാനും നിങ്ങളെപ്പരം എല്ലാത്തിനും വരലില്ലേ? ഓ, ഞാനിനി ഒന്നും പറയുന്നില്ലപ്പാ. നീ ഇനി അതിന്റെ പേരിൽ മുഖവും മുറിപ്പിച്ചങ്ങ് ഇരിക്കൊന്നും വേണ്ട. ഓ, ഞാൻ പറഞ്ഞത് ഈ പോക്കത്ര പിടിച്ചിട്ടില്ല. ആ എത്തിയാ? ഇതെന്താ നേരത്തെ? എന്താടി അങ്ങനെ ഒരു ചോദ്യം? അല്ലെങ്കിൽ എപ്പോ 4 കാലല്ലേ ഉള്ളു. ഏത് ദിവസം മര്യാദക്ക് വന്നിനി? എന്നാ മോനെ ചായ. മോനെ, എനക്ക് മടുത്തോടാ ഈ വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട്. എന്താ ഓളല്ലേ ഇവിടെ പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്? ഓള് പണിയൊന്നും എടുക്കില്ല? ഇല്ലടാ, ഓള് ഒരു പണി എടുക്കൂല, വെറും മടിച്ചാന്നോള്. ഒരു പണി എടുക്കണമെങ്കിൽ ഞാൻ എത്ര സമയോളം പറകിൽ നടന്നിട്ടോളെ കുത്തി കുത്തി പറഞ്ഞാലേ ഓള് എടുക്കൂ. അപ്പോൾ അമ്മയൊന്നും ഓളോട് പറയില്ലേ? പറയായിട്ടാന്ന് മോനെ, ഞാൻ എപ്പോഴും പറയലുണ്ട്. എന്ത് പറഞ്ഞിട്ടെന്നാ വേണ്ടത്? ഞാൻ പറഞ്ഞോള് വകവെക്കൂല. എന്നാ പിന്നെ അതൊന്നും ഓളോട് ചോദിക്കണമല്ലോ. നീ ഇപ്പൊ തന്നെ പോയി ചോദിച്ചോ, വേണമെങ്കിൽ 2 കൊടുക്കുകയും ചെയ്തോ. എന്നാലേ അവളെല്ലാം പഠിക്കൂലേ. എന്നാ ഞാൻ ഇപ്പം വരാട്ടാ. ഡേയ്, നിന്റെ ഉദ്ദേശം എന്താ? ഈ വീട്ടിലൊരു പണിയും എടുക്കില്ല എന്നല്ലേ പറയുന്നട്ടെ? ഏട്ടൻ എന്നാ പറയുന്നത്? ഞാൻ വീട്ടിലെല്ലാ പണി എടുക്കലുണ്ടല്ലോ. അമ്മ അങ്ങനെയൊന്നുമല്ലല്ലോ പറയുന്നട്ടെ. അമ്മ എന്താ എടുത്ത വേലക്കാരിയാ സകല പണി എടുക്കാൻ വേണ്ടിയിട്ട്? അമ്മ വെറുതെ കള്ളം പറയുന്നതാണ്. ഞാൻ തന്നെ ഈ വീട്ടിലെ സകല പണിയെടുക്കല്. അമ്മേനെ വാങ്ങി കേട്ടിട്ട് ഇതാ വെറുതെ നിങ്ങൾ എന്റെ മേത്ത് കുതിര കയറാൻ വരില്ലേ? നീ എന്താ തോന്നിയ ദിവസം പറയുന്ന? ഇപ്പോൾ എന്നെ തല്ലിയല്ലേ? എന്റെ അച്ഛൻ കൂടി എന്നെ ഇതുവരെ തല്ലിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറെ നാളെ ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾ 2 പേര് ഞാൻ ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും മാനസിക പീഡനത്തിനും ആക്കുന്നത്. കുറച്ച് നാളെ അമ്മയും മോനും ഉള്ളിൽ പോയിട്ട് കമ്പി അടിക്കും. എന്നോട് വാങ്ങിയ 50 പവന് കാറും ഞാൻ തിരിച്ചു വാങ്ങിക്കും. എന്നോടാ നിങ്ങളെ കളി? നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾക്കും ഞാൻ എണ്ണിയിട്ട് കണക്ക് വരും. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പോഴേ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് എല്ലാം നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്നാടാ പ്രശ്നം? എന്താ മോളെ, നീ എന്നിട്ട് എൻ്റെ മോളെ പറഞ്ഞിനി? മോളെ, ഇവൻ പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. മോളെടുത്ത് ഒരു പണിയെടുക്കണ്ട, എല്ലാം അമ്മ എടുത്തോളാം. എടാ, നീ എൻ്റെ മോളെ എന്തെങ്കിലും പറഞ്ഞിനെങ്കിൽ മോളെ ഇങ്ങോട്ട് വാ, മൂക്ക് ഞാൻ ജ്യൂസാക്കി തരാലോ. അമ്മേ, ഇതൊരുമാതിരി മറ്റടുത്ത് പരിപാടി ആയിപ്പോട്ടാ. എടാ, ഈ വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. തൽക്കാലം നമുക്ക് ജാതിമാർഗം സ്വീകരിക്കാം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും നീ മനസ്സിൽ നിന്ന് വായിച്ചായിരുന്നു. ഏതായാലും നീയും വാ, എനിക്ക് ഞാനൊരു ഗ്ലാസ് ജ്യൂസാക്കി തരാം. ജ്യൂസ് നിങ്ങൾ തന്നെ ഉണ്ടായി കുടിച്ചോ.